സങ്കടമാണെന്ന് തോന്നുന്നു നമ്മുടെ ഏറ്റവും അടുത്ത കൂടപ്പിറപ്പ്. ജീവിതത്തിന്റെ ഏറ്റവും പ്രധാന സംഭാവന തന്നെ സങ്കടമാണ്. സങ്കടമില്ലാത്ത ഒരാളെ കാണിച്ചു തരാൻ പറഞ്ഞാൽ ശ്രീബുദ്ധൻ പറഞ്ഞ കഥയിലെ കടുക് തിരഞ്ഞുപോയ അമ്മയുടെ അവസ്ഥയായിരിക്കും നമുക്കും. ആർക്കും സങ്കടമൊഴിഞ്ഞ നേരമില്ല. വിശക്കുന്നവന് ഉണ്ണാഞ്ഞിട്ട്, ഉണ്ടവന് കിടക്കാഞ്ഞിട്ട്, കിടന്നവന് ഉറക്കം വരാഞ്ഞിട്ട്. ഇനി ഇതിന്റെ മറ്റൊരു വേർഷനാണ് 10 കിട്ടിയാൽ 100, 100 കിട്ടിയാൽ 1000 എന്നിങ്ങനെ സങ്കടമൊഴിഞ്ഞിട്ട് നേരമില്ല. സങ്കടങ്ങൾ പലവിധമുണ്ടെങ്കിലും കാരണങ്ങൾ ഏറെക്കുറെ ഒന്നു തന്നെയായിരിക്കും. ഉദ്ദേശിച്ചിടത്ത് കാര്യങ്ങൾ എത്തുന്നില്ല. ആരാണ് ഉദ്ദേശിച്ചത്? നാം തന്നെ. എന്നാൽ ആ ഉദ്ദേശങ്ങളെ സഫലമാക്കാനുള്ള പ്രാപ്തി നമുക്കുണ്ടോ? അതൊട്ടില്ലതാനും. ആശകൾക്ക് അതിരുകളില്ല. ഒരല്പം ഭാവനയുണ്ടെങ്കിൽ നമുക്ക് എന്തും മോഹിക്കാം. പക്ഷെ അതൊക്കെ നടക്കണമെന്ന് വാശി പിടിക്കുമ്പോഴാണ് പ്രശ്നം. സങ്കല്പങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാൻ എന്താകണം എന്നതിനു പുറമെ മറ്റുള്ളവർ എന്താകണം, അല്ലെങ്കിൽ എങ്ങനെയാകണം എന്നൊക്കെയാണ് സങ്കല്പങ്ങളുടെ പീലി വിടർത്തൽ. അത് തന്നെ കാലത്തിനനുസരിച്ച് മാറിയും മറിഞ്ഞും വരും. എന്റെ സങ്കല്പങ്ങൾക്കനുസരിച്ച് എനിക്ക് തന്നെ മാറാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ പിന്നെ എങ്ങനെ ഞാൻ കുറ്റപ്പെടുത്തും? പഠിക്കുന്ന കാലത്ത് ഡോക്ടറാകാനായിരിക്കും ആശ. എന്നാൽ ആയിത്തീരുന്നതോ കമ്പൗണ്ടറും. മണിമാളികയിലെത്താനാണ് നമ്മുടെ മോഹം. എന്നാൽ എത്തിപ്പെടുന്നതോ ചെറിയൊരു കൂരയിൽ. സങ്കല്പങ്ങളിലെ ഭാര്യക്ക് ഐശ്വര്യ റായിയുടെ മുഖച്ഛായ, എന്നാൽ കെട്ടുന്നതോ ഒരു സാധാ പെണ്ണിനെ. ജീവിത യാഥാർത്ഥ്യങ്ങളോട് ഏറ്റുമുട്ടി സങ്കല്പങ്ങൾ ചത്ത കുതിരകളായി മാറുമ്പോൾ നാം വിധിയെ പഴിക്കുന്നു, കാലത്തിനെ ശപിക്കുന്നു, പിന്നെ സങ്കടങ്ങളുടെ പെരുമഴയിലേക്ക് എടുത്തറിയപ്പെടുന്നു. ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, കൂട്ടുകാർ, ഇവരെയൊക്കെ കുറിച്ച് നമുക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. ഭാര്യ എങ്ങനെ പെരുമാറണം, കുട്ടികൾ പഠിച്ചാരായി തീരണം, മാതാപിതാക്കൾ അവരുടെ വാർദ്ധക്യത്തിൽ എങ്ങനെ ജീവിക്കണം, കൂട്ടുകാർ നമ്മെ എങ്ങനെയൊക്കെ സഹായിക്കണം എന്നൊക്കെ നാം ചിലത് സങ്കല്പിച്ചു വെച്ചിട്ടുണ്ട്. നടക്കുമോ അത് വല്ലതും? ഒരാളുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ മറ്റൊരാൾക്ക് കഴിയുമോ? ഇനി അഥവാ കഴിഞ്ഞാൽ തന്നെ ഞെക്കിപ്പഴുപ്പിച്ച ആ മാമ്പഴത്തിന് എന്ത് രുചിയാണ് ഉണ്ടാവുക? അത് തന്നെ എത്ര കാലം നിലനിൽക്കും? ഇത്തരത്തിലുള്ള ഓരോ സങ്കല്പവും ഓരോ ഭൂതമാണ്. അത് നമ്മെ ആവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മോഹമായി, ആ മോഹം പിന്നെ മോഹഭംഗമായി. ഒടുവിൽ നമ്മൾ സങ്കടക്കടലിന് നടുവിലാവുന്നു. പിന്നെ ആരെയെങ്കിലും കൊല്ലാൻ കത്തിയോ സ്വയം തൂങ്ങാൻ കയറോ തിരയുകയായി. രണ്ടായാലും ഒടുവിൽ എത്തിച്ചേരുന്നത് നിത്യനരകത്തിൽ. തീ പോലെ സ്വയം നശിക്കുന്നതോടൊപ്പം തന്നെ അത് ഒപ്പമുള്ളവരെയും നശിപ്പിക്കുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നാം നമ്മെ സ്വയം അറിയുക. ശുദ്ധീകരണം ആദ്യം നമ്മുടെ മനസ്സിൽ നിന്നും തുടങ്ങുക. നമ്മുടെ കഴിവുകൾ എന്തൊക്കെ, കഴിവുകേടുകൾ എന്തെല്ലാമാണ് എന്നതെല്ലാം ആദ്യം നാം പരിശോധിക്കണം. അതിനു വേണ്ടത് പല കാലങ്ങളിലായി നമ്മുടെ മനസ്സിൽ നാം അടുക്കി വെച്ചിട്ടുള്ള മോഹങ്ങളുടെ ആമാടപ്പെട്ടി ഒന്ന് തുറന്നു നോക്കുക. എന്നിട്ട് അതിലുള്ള മോഹങ്ങളെ ഓരോന്നായി പുറത്തെടുത്ത് പരിശോധിക്കുക. നല്ലത് മാത്രം നിലനിർത്തുക. അത് മനസ്സിൽ സേവ് ചെയ്യുക. അല്ലാത്തവ നമുക്ക് എത്ര തന്നെ പ്രിയപ്പെട്ടതാണെങ്കിലും മുൻപിൻ നോക്കാതെ മനസ്സിന്റെ റീസൈക്കിൾ ബിന്നിലേക്ക് ഡിലീറ്റ് ചെയ്യുക. കേൾക്കുമ്പോൾ നിസ്സാരമാണെന്ന് തോന്നും, അടുക്കുമ്പോൾ അറിയാം ഊരാകുടുക്കാണെന്ന്. മനസ്സിലെ ഈഗോ ആദ്യമൊന്നും ഇതിന് സമ്മതിച്ചു തരില്ല. പിന്തിരിയരുത്. മനസ്സുണ്ടോ മാർഗവുമുണ്ട് എന്നല്ലേ പണ്ടുള്ളവർ പറഞ്ഞത്. ഏത് ഈഗോയെയും തോൽപ്പിക്കാനുള്ള ഉള്ളുറപ്പ് മനസ്സിനുണ്ട്. നമുക്കെല്ലാവർക്കും ഓരോ സങ്കല്പങ്ങളുണ്ടാവും.
അവ യാഥാർത്ഥ്യമാക്കാനുള്ള നിരന്തരമായ പരിശ്രമമാണ് നമ്മുടെ ജീവിതം. എന്നാൽ കാറ്റിന്റെ ഗതി നോക്കാതെ പട്ടം പറത്തരുത്. അത് ഒന്നുകിൽ നഷ്ടപ്പെടും, അല്ലെങ്കിൽ നശിച്ചു പോകും. അതുപോലെ ജീവിത അനുഭവങ്ങളുടെ ഉരക്കല്ലിൽ ഓരോ സങ്കല്പങ്ങളും ഉരച്ചു നോക്കി മാറ്റ് അറിഞ്ഞതിനു ശേഷം മാത്രം അതിൻ്റെ പിറകെ പോകുക. നടക്കാത്ത 1000 മോഹങ്ങളെക്കാൾ എത്രയോ നല്ലതാണ് നടക്കുന്ന ഒരു മോഹത്തിനു വേണ്ടി പരിശ്രമിക്കുന്നതും അതിനുവേണ്ടി ജീവിക്കുന്നതും. നമ്മുടെ ഇച്ഛാശക്തിയെ തോൽപ്പിക്കാൻ ഒരു മനസ്സിനും സാധ്യമല്ല. അടിയിലും വലിയ ആശാനില്ല എന്നല്ലേ, ഇച്ഛാശക്തിയിലും വലിയൊരു ആയുധവും ഇല്ല. സങ്കല്പങ്ങളുടെ കുതിരപ്പുറത്ത് ചാടിക്കയറുന്നതിനു മുൻപ് ഒരു നിമിഷം കുതിരക്ക് ജീവനുണ്ടോ എന്നുകൂടി പരിശോധിക്കുക. അങ്ങനെയാവുമ്പോൾ ഇനിയുള്ള കാലമെങ്കിലും സങ്കടപ്പെടാതെ കഴിയാം. ഉദ്ദേശിച്ചിടത്ത് കാര്യങ്ങൾ എത്തുന്നില്ല എങ്കിൽ എത്തിയ ഇടമാണ് നാം ഉദ്ദേശിച്ചത് എന്ന് കരുതുക. അപ്പോൾ സങ്കടങ്ങളുടെ പെരുമഴ തോരും. സന്തോഷത്തിൻ്റെ പൊൻവെയിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പരക്കും.